ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൺ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് മട്ടൺ റോസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 1/2 കിലോൻ്റെ അടുത്ത് മട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ബോൺസോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മട്ടൻ എപ്പോഴും ബോൺസോട് കൂടി തന്നെ കുക്ക് ചെയ്യണതാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി പേസ്റ്റ് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് 1 സ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മട്ടൻ്റെ താഴെ നിന്നാൽ മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 6-7 വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ മട്ടൺ വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഇവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയുള്ളിയാണ്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 5-6 മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സവാളയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാളക്ക് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മട്ടൻ കറിയൊക്കെ വെക്കുമ്പോൾ, മട്ടൻ റോസ്റ്റൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. ചെറിയ സവാള ആയതുകൊണ്ടാണ് 1.5 സവാള ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. നമ്മളെപ്പോഴും തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ വേഗം നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് നമുക്കിതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 1 സ്പൂൺ ആദ്യമേ വേവിക്കാൻ വെച്ചപ്പോൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 സ്പൂൺ കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വേവിച്ച് വെച്ച മട്ടൻ്റെ പീസ് മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ വീഡിയോ നഷ്ടപ്പെട്ട്. അപ്പോൾ ഇതിലോട്ട് ഗ്രേവി ഇപ്പോൾ ചേർക്കണ്ട. ഗ്രേവി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ആ ഗ്രേവി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ മട്ടൻ്റെ പീസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന ഗ്രേവിയും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറുകിയിരിക്കുന്ന ടൈപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ്, എരിവ്, അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ നോക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ബാക്കിയുള്ള വെള്ളം വറ്റാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. കാരണം ഒരുപാട് ഗ്രേവി ഇതിലില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, അടി പിടിക്കണുണ്ടോ? ഇത് ചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചട്ടിയിലൊക്കെ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നോൺ വെജൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നിർത്താം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.